ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ മിസ് കൊമേഴ്സ്. നമ്മൾ എം.കോം തേർഡ് സെമസ്റ്ററിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പേപ്പറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എക്സാമൊക്കെ അടുത്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് പാർട്ട് എ വെച്ചിട്ട് തുടങ്ങാം കേട്ടോ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ പാർട്ട് എയിൽ വന്നിട്ടുള്ളത് നമ്മുടെ 2 വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്കിവിടെ 5 തിയറീസ് ആൻഡ് 2 പ്രോബ്ലംസ് ആണ് കേട്ടോ. 5 തിയറീസ് ആൻഡ് ഓൾസോ 2 പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് 5th ക്വസ്റ്റ്യൻ തൊട്ടിട്ട് നമുക്ക് നോക്കാം കേട്ടോ. കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റത്തെ തിയറി പ്രോബ്ലം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി നമുക്ക് 1000 യൂണിറ്റ് തന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റി 800 യൂണിറ്റ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 100. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 17 ആൻഡ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 8000 ആണ്. അപ്പോൾ നമുക്കറിയാം ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ, നമുക്കൊരു ഇക്വേഷൻ ഉണ്ടല്ലേ. ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT ആണ്. അപ്പോൾ കോൺട്രിബ്യൂഷനും EBIT നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സെയിൽസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റിയും സെല്ലിംഗ് പ്രൈസും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ 1000 യൂണിറ്റ് ആണ്. ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 800 യൂണിറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പനീൻ്റെ കപ്പാസിറ്റി, അതായത് കപ്പാസിറ്റി ആയിട്ട് നമ്മളിവിടെ എടുക്കുന്നത് 800 യൂണിറ്റ് മാത്രമാണ് കേട്ടോ. ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് 1000 ആണെങ്കിൽ കൂടിയും നമ്മൾ ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റി ആയിട്ടുള്ളത് 800 ആയതുകൊണ്ട് നമ്മൾ 800 ആണ് എടുക്കുന്നത്. അതുമാതിരി സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞത് ഇവിടെ 100 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റി ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ സെയിൽസ് കിട്ടണത്. 800 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു എത്ര? 18,000 ആണ് നമുക്കിവിടെ സെയിൽസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 17 ആണ്. 70 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ 8000 ഇൻറ്റു 70 ഈസ് ഈക്വൽ ടു എത്ര? 56,000 ആണ് നമ്മുടെ ഇവിടെ വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കോൺട്രിബ്യൂഷൻ കിട്ടില്ലേ? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, അതായത് 80,000 മൈനസ് 56,000 ഈസ് ഈക്വൽ ടു 24,000 ആണ് നമ്മുടെ ഇവിടുത്തെ കോൺട്രിബ്യൂഷൻ. ഇനി കോൺട്രിബ്യൂഷനിൽ നിന്ന് നമ്മളെന്താ ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ EBIT. ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് 8,000 ആണ്. ഓക്കെ, അപ്പോൾ 24,000 നിന്നും 8,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര EBIT ആയിട്ട് വരണത്? 60,000 ആണ് വരുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജസ് ഇനി നമുക്ക് ഇക്വേഷനിലിട്ട് കൊടുത്താൽ പോരെ. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT ഈസ് ഈക്വൽ ടു 24,000 ഡിവൈഡഡ് ബൈ 16,000 ഈസ് ഈക്വൽ ടു 1.5 ആണ് നമ്മുടെ ഇവിടെ ഓപ്പറേറ്റിംഗ് ലിവറേജസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. അപ്പോൾ അതും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1.5 തന്നെയാണ് നമുക്ക് സെയിം കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് 6th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 6ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് EOQ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ആനുവൽ കൺസപ്ഷനായിട്ട് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 10,000 kg ആണ്. കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് ₹50 ആൻഡ് ഓൾസോ കോസ്റ്റ് പെർ kg ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ₹2 ആൻഡ് സ്റ്റോറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് 8% ഓൺ ആവറേജ് ഇൻവെൻറ്ററി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ആനുവൽ കൺസപ്ഷൻ, അതായത് നമ്മുടെ 10,000 kg ഉള്ള കാര്യം. പിന്നെ കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻഡ് ഓർഡർ അത് 50, നമ്മുടെ കോസ്റ്റ് ഓഫ് മെറ്റീരിയലിൻ്റെ വന്നിട്ട് ₹2 ആൻഡ് സ്റ്റോറേജ് കോസ്റ്റ് 8% ഓൺ ആവറേജ് ഇൻവെൻറ്ററി കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ EOQൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. EOQ ഈസ് ഈക്വൽ ടു √2CO ഡിവൈഡഡ് ബൈ I ആണ്. എല്ലാവർക്കും ഇക്വേഷനൊക്കെ അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. വേറെ C എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ കൺസെപ്ഷൻ ആണ്, പറഞ്ഞില്ലേ ഞാൻ. ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഇവിടെ C എന്ന് പറയുന്നത് കൺസെപ്ഷൻ നമ്മുടെ 10,000 ആണ്. അതുമാതിരി O എന്ന് പറയുന്നത് എന്താണ്? ഓർഡർ കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് 50 ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ I, അതായത് 8% ഓഫ് ₹2 ആണ് കേട്ടോ. അതായത് ഇവിടെ നമ്മുടെ വരുന്നത് എത്രയാണ്? കോസ്റ്റ് ഓഫ് പെർ kg ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ₹2 ആണ്. അതിൻ്റെ 8% ഓൺ ആവറേജ് ഇൻവെൻറ്ററി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ 8% ഓഫ് ₹2 ഈസ് ഈക്വൽ ടു എത്രയാണ്? നമുക്ക് 0.16 ആണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്താൽ പോരെ, അതായത് 2CO ഡിവൈഡഡ് ബൈ I എന്ന് പറയുന്നത്.
അപ്പോൾ EOQ ഈസ് ഇക്വൽ ടു 2 ഇൻറ്റു നമ്മുടെ C എന്ന് പറയുന്നത് 10,000 ഇൻറ്റു O എന്ന് പറയുന്നത് 50 ഡിവൈഡഡ് ബൈ I എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് 0.16 ആണ് കിട്ടുന്നത്. അപ്പോൾ റൂട്ട് ഓഫ് 2 ഇൻറ്റു 10,000 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 0.16 ഈസ് ഇക്വൽ ടു 2500 kg ആണ് നമ്മുടെ EOQ ആയിട്ട് വരുന്നത്. ഇനി നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് ഇൻ എൻ ഇയർ, ഒരു ഇയറിൽ എത്ര ഓർഡേഴ്സാണ് പ്ലേസ് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആനുവൽ കൺസപ്ഷൻ എത്രയാണ് നമുക്ക് 10,000 ഡിവൈഡഡ് ബൈ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള EOQ, അതായത് എത്ര 2500 ആണ്. 10,000 ഡിവൈഡഡ് ബൈ 2000 ഈസ് ഇക്വൽ ടു എത്രയാണ് 4 ഓർഡേഴ്സ് പെർ ഇയർ. ഓരോ ഇയറിലും എത്രയാണ് 4 ഓർഡേഴ്സ് വെച്ചിട്ടാണ് നടത്തുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് EOQൻ്റെ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കുന്നത്. ഇതിപ്പോൾ പാർട്ട് എത്തെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, അല്ലാതെ പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് ഇനി ഇവിടെ ഒരു 7ാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, അത് നമ്മുടെ തിയറി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇവിടെ നമുക്ക് 2 പ്രോബ്ലം ക്വസ്റ്റ്യൻസും അതുമാതിരി ബാക്കി നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് കേട്ടോ. നിങ്ങൾക്കൊന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് വായിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. ഇനി പാർട്ട് 2 നമുക്ക് നോക്കാം. പാർട്ട് 2 വന്നിട്ട് നമുക്ക് പ്രോബ്ലംസ് ആണ് കൂടുതലുള്ളത്. അതായത് പാർട്ട് 2 നമുക്ക് 3 തിയറീസും അതുമാതിരി 4 പ്രോബ്ലംസ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയണതിനനുസരിച്ചിട്ട് നമുക്ക് എഴുതി വയ്ക്കാം. 4 ക്വസ്റ്റ്യൻസ് ആണല്ലോ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ 8 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഇൻ റെസ്പെക്റ്റ് ഓഫ് എ ലിമിറ്റഡ്. എ ലിമിറ്റഡിൻ്റെ ഇൻഫർമേഷൻസ് ആണ് താഴെ തന്നിരിക്കുന്നത്. അതിൽ EPS അതായത് ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് ₹10 ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10% ആണ്. ഫൈൻഡ് ഔട്ട് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ യൂസിങ് ഗോർഡൻസ് മോഡൽ അണ്ടർ ഡിഫറെൻ്റ് റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് ആറായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ 8%, 10% ആൻഡ് 15% ഫോർ പേ ഔട്ട് റേഷ്യോസ് ഓഫ് 14%. ഓക്കെ, അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ മനസ്സിലായി, നമ്മുടെ ഗോർഡൻസ് മോഡൽ ഉണ്ടല്ലോ അതിൻ്റെ വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. അതുമാതിരി നമുക്കിവിടെ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ട് 8%, 10%, 15%. അതുമാതിരി പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ് 40% ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗോർഡൻസ് മോഡലിൻ്റെ ഇക്വേഷൻ അറിയുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. എത്രയാണ് ഗോർഡൻസ് മോഡലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P0 ഈസ് ഇക്വൽ ടു ഇൻറ്റു 1 - B ഡിവൈഡഡ് ബൈ KE. K എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റീൻ്റെ ഇതാണ് കേട്ടോ. K എന്ന് പറയുന്നത് -BR. അപ്പോൾ E എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇവിടുത്തെ E എന്ന് പറയുന്നത് EPS ആയിരുന്നു. അതുമാതിരി B എന്ന് പറയുന്നത് റിട്ടൻഷൻ റേഷ്യോൻ്റെ വാല്യൂ ആണ്. KE എന്ന് പറയുന്നത് ഒബിയസ്ലി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ ആണ്. അതുമാതിരി BR എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ 6 നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ളത് എത്രയാണ്, ഫസ്റ്റ് 6 തന്നിട്ടുള്ളത് 8% ആണ് തന്നിട്ടുള്ളത്. സെക്കൻഡ് 10%, 15%. ഓക്കെ, അപ്പോൾ നമ്മളത് എഴുതി വെക്കുന്നു. അതായത് നമ്മുടെ E എന്ന് പറയുന്നത് എത്രയാണ്, E എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ 10 ആണ്. അതായത് ഏർണിംഗ് പെർ ഷെയർ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുമാതിരി നമ്മുടെ ഇവിടുത്തെ B എന്താണ്, B നമ്മൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു 1 - പേ ഔട്ട് റേഷ്യോ ആണ്. 1 - പേ ഔട്ട് റേഷ്യോ ആണ് നമ്മുടെ B ആയിട്ട് വരണത്. അപ്പോൾ 1 - എത്രയാണ് ഇവിടെ നമുക്ക് വരണത് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞത് നമ്മുടെ ക്വസ്റ്റ്യനിൽ 14% ആണ് തന്നിട്ടുള്ളത്. 1 - 14% ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടണതാണ് എത്രയാണ് 0.60 ആണ് കേട്ടോ കിട്ടണത്. അപ്പോൾ നമ്മുടെ B എന്ന് പറയുന്നത് 0.60 ആണ്. അതുമാതിരി ഡിവൈഡഡ് ബൈ KE കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10% ആണ്. ആൻഡ് BR നമ്മുടെ ഇവിടെ എത്രയാണ്, 6 നമുക്ക് 8% ആണ് തന്നിട്ടുള്ളത്. അതുമാതിരി നമുക്ക് നോക്കാം. അപ്പോൾ P0 ഈസ് ഇക്വൽ ടു 10 ആണ് നമ്മുടെ ഇവിടുത്തെ EPS. 10 ഇൻറ്റു 1 - 0.6 ആണ് നമ്മുടെ B എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ നമ്മുടെ KE എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 10% ആണ്. അതായത് 0.10 ആണ് കേട്ടോ. അതുമാതിരി മൈനസ് B എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു 0.6 ഇൻറ്റു R എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ് 8%. അപ്പോൾ 0.08 ആണ് വരുന്നത്. അപ്പോൾ അത് നമ്മളങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് എത്ര കിട്ടുക, ₹77 ആണ് കിട്ടുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് 10% ഓഫ് റീടെൻഷൻ റേഷ്യോൻ്റെ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ 10% വരുന്ന സമയത്ത് 10 ഇൻറ്റു 1 - 10 എന്ന് പറയുന്നത് നമ്മുടെ ഒബിയസ്ലി ഏർണിംഗ് പെർ ഷെയർ ആണ്. 10 ഇൻറ്റു 1 - 0.06 ഡിവൈഡഡ് ബൈ 0.10 - 0.06 ഇൻറ്റു 0.10 ആണ്.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ B6 നമ്മുടെ B6 ഉണ്ടല്ലോ, ഇതിൽ 6 നമ്മൾ കണ്ടു, ഇവിടുത്തെ 0.10 ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ, അതായത് 10%-ൻ്റെ ആണ്. അപ്പോൾ അതങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ₹100 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് 6 നമ്മുടെ 15% ആകുന്നു. 6 15% ആകുമ്പോൾ എന്താണ്, EPS × 1 - B, അതായത് 10 × 1 - 0.6 ഡിവൈഡഡ് ബൈ KE - BR. KE എന്ന് പറയുന്നത് 0.10 - 0.06 × 0.50 ഈസ് ഈക്വൽ ടു എത്രയാണ്, നമുക്കത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഈസ് ഈക്വൽ ടു എത്ര, ₹400 ആണ് നമ്മുടെ ഇവിടുത്തെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് 9th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വാക്ക് ഉണ്ടല്ലോ, അതായത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. എ ഫേം ഹാസ് എ ഫോളോയിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഫോർ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഫണ്ട് യൂസ്ഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ ആഫ്റ്റർ ടാക്സ് കോസ്റ്റിന് ശേഷമുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് സോഴ്സ് ഓഫ് ഫണ്ട്സ് ആയിട്ട് ഇവിടെ ഡെപ്റ്റ്, പ്രിഫറൻസ് ഷെയർ, ഇക്വിറ്റി ഷെയർ, റീറ്റെയിൻഡ് ഏർണിങ്സ് തന്നിട്ടുണ്ട്. അതായത് ഡെപ്റ്റിൻ്റെ എമൗണ്ട് വന്നിട്ട് നമുക്ക് എത്രയാണ്, 15 lakh ആണ്, പ്രിഫറൻസ് ഷെയർ 12 lakh ആണ്, ഇക്വിറ്റി ഷെയർ 8 lakh ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ് 50 lakh ആണ് തന്നിട്ടുണ്ട്. അതുമാതിരി ഡെപ്റ്റിൻ്റെ പ്രപ്പോർഷൻ തന്നിട്ടുണ്ട്, ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ആഫ്റ്റർ ടാക്സ് കോസ്റ്റും അതുമാതിരി പ്രപ്പോർഷനും നമ്മൾ നോക്കി വയ്ക്കാം. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഡെപ്റ്റിൻ്റെ വന്നിട്ട് 25% ആൻഡ് 5% പ്രപ്പോർഷൻ 25 ആണ്, പ്രിഫറൻസിൻ്റെ 20% പ്രപ്പോർഷനും 10% ആഫ്റ്റർ ടാക്സ് കോസ്റ്റുമാണ്, ഇക്വിറ്റി ഷെയറിൻ്റെ 30% പ്രപ്പോർഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് വന്നിട്ട് 12% ആണ്, റീറ്റെയിൻഡ് ഏർണിങ്സ് 25%, ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് എന്ന് പറയുന്നത് 11% ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ ടോട്ടൽ സോഴ്സ് ഓഫ് ഫണ്ടിൻ്റെ എമൗണ്ട് നമുക്ക് 60 lakh അതുമാതിരി പ്രപ്പോർഷൻ 100 തന്നിട്ടുള്ളത്. യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് നമ്മളിത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. സോഴ്സ് ഓഫ് ഫണ്ടിൻ്റെ നമ്മളൊരു ടേബിൾ വരച്ച് വെക്കുന്നു, അതുമാതിരി നമ്മൾ പ്രപ്പോർഷൻ്റെയും ആഫ്റ്റർ ടാക്സ് കോസ്റ്റിൻ്റെയും വരയ്ക്കുന്നു, പിന്നെ വെയ്റ്റഡ് കോസ്റ്റിൻ്റെയും നമ്മളൊരു ടേബിൾ വരയ്ക്കുന്നു. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, പ്രപ്പോർഷൻ, അതായത് ഡെപ്റ്റിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 25 ആണ്, അത് നമ്മൾ എഴുതുന്നു ഡയറക്റ്റ്. പ്രിഫറൻസ് ഷെയറിൻ്റെ 20, ഇക്വിറ്റീൻ്റെ 30, റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ 25, അത് നമ്മൾ സെയിം അതേമാതിരി എഴുതി വയ്ക്കുന്നു. അതിനുശേഷം നമ്മുടെ കോസ്റ്റ് ഓഫ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഡെപ്റ്റിൻ്റെ 5, പ്രിഫറൻസ് ഷെയറിൻ്റെ 10, ഇക്വിറ്റീൻ്റെ 12, റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ 11. ഓക്കെ, ഇത് നമ്മൾ ഇതേമാതിരി എഴുതി വയ്ക്കുന്നു കേട്ടോ. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഡെപ്റ്റിൻ്റെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് വെയ്റ്റഡ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, 25% × 5% ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.25% ആണ് ഇവിടെ ഡെപ്റ്റിൻ്റെ വെയ്റ്റഡ് കോസ്റ്റ് വരുന്നത്. പ്രിഫറൻസ് ഷെയറിൻ്റെ 20% × 10% ഈസ് ഈക്വൽ ടു 2% ആണ് വരുന്നത്. ഇക്വിറ്റി ഷെയറിൻ്റെ 30% × 12% എന്ന് പറയുന്നത് 3.6%. റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ 25% × 11% ഈസ് ഈക്വൽ ടു 2.75% ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി വാക്ക് കണ്ടുപിടിക്കാം, അതായത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ സിമ്പിളല്ലേ. അതായത് നമ്മൾ എന്താണ്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെ കൂട്ടുന്നു, കോസ്റ്റ് ഓഫ് പ്രിഫറൻസിൻ്റെ കൂട്ടുന്നു, കോസ്റ്റ് ഓഫ് ഇക്വിറ്റീൻ്റെ കൂട്ടുന്നു, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ കൂട്ടുന്നു. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് 1.25 പ്ലസ് പ്രിഫറൻസ് ഷെയറിൻ്റെ 2% പ്ലസ് ഇക്വിറ്റീൻ്റെ 3.6% പ്ലസ് റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ 2.75% ഈസ് ഈക്വൽ ടു നമ്മുടെ 9.60% ആണ് ഇവിടെ മൊത്തം വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലായിട്ട് നമുക്ക് വരണത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് സിമ്പിളായിട്ടതും കണ്ടുപിടിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് 10th ക്വസ്റ്റ്യൻ ആയിട്ട് വരണത് ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. അതിന് ശേഷം നിങ്ങൾക്ക് വായിച്ചു നോക്കാം കേട്ടോ. അടുത്തത് വരുന്നത് നമ്മുടെ 11th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. എക്സ് ലിമിറ്റഡ് ഗിവ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. അതായത് എക്സ് ലിമിറ്റഡ് താഴെ പറയുന്ന ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതായത് നമുക്കിതിൽ കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ്, ഫിനാൻഷ്യൽ ആൻഡ് കമ്പൈൻഡ് ലിവറേജസ്, ഈ 3 ലിവറേജസുകളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജസ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേമാതിരി നമുക്കിത് ചെയ്യാൻ സിമ്പിളല്ലേ, അത് ചെയ്തൊരു മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അതേ ഫോർമാറ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മുടെ സെയിൽസ് പറഞ്ഞിട്ടുള്ളത് 14 lakh ആണ്. വേരിയബിൾ കോസ്റ്റ് ഓഫ് എത്രയാണ്, 25 lakh, ഫിക്സഡ് കോസ്റ്റ് 6 lakh ആൻഡ് 10% ഓഫ് ഡെപ്റ്റ് ഓഫ് 13 lakh ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 45 lakh ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതിലെ
ഓരോ ഇതിട്ടിട്ട്, അതായത് സെയിൽസിൽ നിന്നും നമ്മളെന്താ വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷനിൽ നിന്ന് നമ്മളെന്താ ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, EBIT, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിലിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്, 14 ലാക്കാണ് തന്നിരിക്കുന്നത്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 25 ലാക്ക് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടി എത്ര, 15 ലാക്കാണ് വരുന്നത്. അതിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യുക. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്, 6 ലാക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് മൈനസ് ചെയ്യുന്ന സമയത്ത് EBIT കിട്ടുന്നു, അതായത് 9 ലാക്കാണ്. ഇനി ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യണം, അതായത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആയിരുന്നു നമ്മുടെ EBITയിൽ വന്നിട്ടുള്ളത്. അതിൽ നിന്നും നമ്മൾ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, EBT, ഏർണിംഗ് ബിഫോർ ടാക്സ് കേട്ടോ, അത് കിട്ടും. അതായത് നമ്മുടെ ഇവിടെ ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എത്രയാണ് ഡെപ്റ്റായിട്ട് വരുന്നത്, 13 ലാക്ക് 10% ഡെപ്റ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മൈനസ് ചെയ്യണ സമയത്ത് എത്രയാണ്, 13 ലാക്കിൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാണ്, 3 ലാക്ക് അല്ലേ വരുന്നത്. അപ്പം 9 ലാക്ക് മൈനസ് ഇൻട്രസ്റ്റ് 3 ലാക്ക് ഈസ് ഈക്വൽ ടു എത്ര, 6 ലാക്കാണ് EBT വരുന്നത്. ഓക്കെ, ഓപ്പറേറ്റിംഗ് ലിവറേജസിൻ്റെ ഇക്വേഷൻ എന്താ, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT ഈസ് ഈക്വൽ ടു എത്ര, 15 ലാക്ക് ഡിവൈഡഡ് ബൈ 9 ലാക്ക് ഈസ് ഈക്വൽ ടു 1.67 ആണ്. എൻ്റെ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഇക്വേഷൻ നോക്കി വെക്കാം കേട്ടോ. EBIT ഡിവൈഡഡ് ബൈ EBT ശ്രദ്ധിക്കുക കേട്ടോ. EBT അതായത് നമ്മൾ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്തിട്ട് ഇപ്പോൾ കിട്ടിയ എമൗണ്ട്, 9 ലാക്ക് ഡിവൈഡഡ് ബൈ 6 ലാക്ക് ഈസ് ഈക്വൽ ടു 1.50. അപ്പോൾ അതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജസിൻ്റെയും ഫിനാൻഷ്യൽ ലിവറേജസിൻ്റെയും ആൻസേഴ്സ് വരുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമ്പൈൻഡ് ലിവറേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന്. കമ്പൈൻഡ് ലിവറേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക വെച്ചാൽ, നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും അത് രണ്ടും നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും കേട്ടോ. അങ്ങനെയാണ് കമ്പൈൻഡ് ലിവറേജ് കണ്ടുപിടിക്കുക. കമ്പൈൻഡ് ലിവറേജ് ഈസ് ഈക്വൽ ടു 1.67 ഇൻറ്റു 1.50 ഈസ് ഈക്വൽ ടു 2.50 ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇവിടെ 2.62 എഴുതിയിട്ടുണ്ട്, 2.50 ആണ് കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് 14th ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. 14th ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സെഡ് ലിമിറ്റഡ് ഹാസ് എ ക്യാപിറ്റൽ സ്ട്രക്ചർ കംപ്രൈസിങ് ഇക്വിറ്റി ക്യാപിറ്റൽ ഓൺലി. അതായത് സെഡ് ലിമിറ്റിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽസ് മാത്രമാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉള്ളത്. അതുമാതിരി ഇറ്റ് ഹാസ് 1 ലാക്ക് ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്, അതായത് 1 ലക്ഷം ഇക്വിറ്റി ഷെയർ 10 രൂപ വെച്ചിട്ടാണ് ഉള്ളത്. നൗ ദ കമ്പനി വാണ്ട് ടു റേസ് എ ഫണ്ട് ഓഫ് ₹2,50,000. അതായത് കമ്പനി എന്താണ് ഇപ്പോൾ 2,50,000 രൂപ റേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് റേസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ആഫ്റ്റർ കൺസിഡറിങ് ദ ഫോളോയിങ് 3 ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഓഫ് ഫിനാൻസിങ്. താഴെ പറയുന്ന ഈ 3 ആൾട്ടർനേറ്റീവ് മെത്തേഡുകൾ കൺസിഡർ ചെയ്തതിന് ശേഷം ആണ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് 2,50,000 റുപ്പീസ് റേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ താഴെ പറയുന്ന ഫിനാൻസിങ് മെത്തേഡ്സുകൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഫസ്റ്റ് മെത്തേഡായിട്ട് അവരെടുത്തിരിക്കുന്നത് ഇഷ്യൂയിങ് 25,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 ഈച്ച്, അല്ല 10 ഈച്ച് ആണ്. അതുമാതിരി ബോറോവിങ് എ ഡെപ്റ്റ് ഓഫ് ₹2,50,000 അറ്റ് 10% ഇൻട്രസ്റ്റ്. അതുമാതിരി തേർഡ് വന്നിട്ട് ഇഷ്യൂയിങ് 2,500 10% പ്രിഫറൻസ് ഷെയർ അറ്റ് 100 രൂപ ഈച്ച്. ഓക്കെ, അപ്പോൾ ആദ്യം ഇക്വിറ്റി ഷെയർ നമ്മുടെ 25,000 ഇക്വിറ്റി ഷെയർ 10 റുപ്പീസ് വെച്ചിട്ട് കൊടുക്കുന്നു. രണ്ടാമത്തത് ഡെപ്റ്റ് ബോറോ ചെയ്യണം, അതായത് 2,50,000 ഡെപ്റ്റ് 10% ഇൻട്രസ്റ്റിൽ ബോറോ ചെയ്യുന്നു. മൂന്നാമതായിട്ട് 2,500 പ്രിഫറൻസ് ഷെയർ 10% 100 റുപ്പീസ് വെച്ചിട്ട് ഇഷ്യൂ നടത്തുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക, അതിനുശേഷം നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുമാതിരി ഒന്നും കൂടി നമുക്ക് അഡീഷണൽ ആയിട്ടുണ്ട്, അതായത് ഷോ ദ എഫക്റ്റ് ഓഫ് EPS. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ EPS ആണ് കണ്ടുപിടിക്കേണ്ടത്. ഷോ ദ എഫക്റ്റ് ഓഫ് EPS അണ്ടർ വേരിയസ് മെത്തേഡ് ഓഫ് ഫിനാൻസിങ് ഇഫ് EBIT ആർ 3,20,000 ആറ്റ് ദ റേറ്റ് ഓഫ് ടാക്സേഷൻ ഈസ് 50%. അതായത് നമ്മുടെ EBIT 3,20,000 ആണെങ്കിൽ പിന്നെ എൻ്റെ ടാക്സേഷൻ വന്നിട്ട് 15% തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ EPS കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. EPS കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ദ എഫക്റ്റ് ഓഫ് EPS അണ്ടർ വേരിയസ് മെത്തേഡ് ഓഫ് ഫിനാൻസിങ്. കാൽക്കുലേറ്റ് EPS ഫോർ ഈച്ച് മോഡൽ. അപ്പോൾ ഓരോ മോഡലിനും നമ്മൾ EPS കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഇക്വേഷൻ നമുക്ക് സിമ്പിളാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. EPS ഈസ് ഈക്വൽ ടു EBIT മൈനസ് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് മൈനസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക്
ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ് ക്വസ്റ്റ്യൻ 25,000 ഇക്വിറ്റി ഷെയർ 10 റുപ്പീസിലാണ് കൊടുക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇഷ്യൂയിങ് 25,000 ഇക്വിറ്റി ഷെയർ. അവിടെ EBIT എന്ന് പറഞ്ഞത് എത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. അഡീഷണൽ ആയിട്ട് 3,20,000 ആണ്. അതുമാതിരി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്താ, ഇൻട്രസ്റ്റിൻ്റെ കേസൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് നമുക്ക് അവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ടാക്സ് റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര, 15% ആണ്, 50% ആണ് തന്നിട്ടുള്ളത്. അതുമാതിരി ന്യൂ ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത് 25,000 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ ഇക്വിറ്റി ഷെയർ എത്രയാവുന്നത്, നമ്മുടെ ഓൾറെഡി കമ്പനിക്ക് എത്രയാണ് 1 lakh ഷെയർസുകളാണുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള 25,000 ഇക്വിറ്റി ഷെയർസുകളും കൂടി ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്, 1,25,000 ഷെയർസുകളാണ് ടോട്ടലായിട്ടുള്ള ഇക്വിറ്റി ഷെയർസുകൾ ഉള്ളത്. ഇനി നമുക്ക് EPS കണ്ടുപിടിച്ചുകൂടെ? നമുക്കിപ്പോൾ കണ്ടുപിടിച്ച ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് EPS കിട്ടും. അതായത് EBIT എന്ന് പറഞ്ഞത് 3,20,000 മൈനസ് ഇൻട്രസ്റ്റ് ഇല്ല 0 ഇൻറ്റു 1 മൈനസ് ടാക്സ് എന്ന് പറയുമ്പോൾ 1 മൈനസ് 15% പറയുമ്പോൾ 0.05 മൈനസ് പ്രിഫറൻസ് ഡിവിഡൻറ്റിൻ്റെ കേസ് ഇവിടെ നമുക്ക് വരണില്ല, അതുകൊണ്ട് നമുക്കത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, അപ്പോൾ ചെയ്യുന്ന സമയത്ത് എത്രയാണ്, EPS ഈസ് ഈക്വൽ ടു 3,20,000 മൈനസ് 0 ഇൻറ്റു 1 മൈനസ് 0.05 ഡിവൈഡഡ് ബൈ 1,20,000 ഈസ് ഈക്വൽ ടു ₹1.28 ആണ് ഇവിടുത്തെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ EPS ആയിട്ട് വരേണ്ടത്. എത്രയാണ്, ₹1.28 ആണ് നമുക്കിവിടെ വരണത്. ഓക്കെ, ഇനി രണ്ടാമത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, ബോറോവിങ് എ ഡെപ്റ്റ് ഓഫ് 2,50,000 അറ്റ് 10% ഇൻട്രസ്റ്റ്. നമ്മൾ ഡെപ്റ്റ് എടുക്കുന്നുണ്ട് 2,50,000 10% ഇൻട്രസ്റ്റിൽ ഡെപ്റ്റ് ബോറോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ EBIT നമ്മുടെ സെയിം ആണ് 3,20,000. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ഇവിടെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. 10% ഓഫ് 2,50,000 എന്ന് പറയുമ്പോൾ എത്രയാണ്, 25,000 ആണ് വരുന്നത് ഇൻട്രസ്റ്റ്. ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ 50% ഇക്വിറ്റി ഷെയർ എന്ന് പറയുമ്പോൾ സെയിം തന്നെയാണ് കേട്ടോ, നമ്മുടെ 1 lakh തന്നെയാണ് നമ്മുടെ ഇക്വിറ്റി ഷെയർസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി EPS കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ്, സെയിം ഇക്വേഷൻ കൊടുക്കുന്നു. EPS മൈനസ് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ്, പ്രിഫറൻസ് ഡിവിഡൻറ്റ് കേസ് ഇവിടെയും വരുന്നില്ല. അപ്പോൾ 3,20,000 മൈനസ് 2,50,000 ഇൻറ്റു 1 മൈനസ് 0.5 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 1 lakh അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, അത് 3 മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ₹1.75 ആണ് നമ്മുടെ ഇവിടുത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതായത് ഡെപ്റ്റ് ബോറോ ചെയ്തിട്ടുള്ള ഉണ്ടാകുമ്പോഴുള്ള EPS എന്ന് പറയുമ്പോൾ 1.475 ആണ് വരുന്നത്. ഓക്കെ, അടുത്ത് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പ്രിഫറൻസ് ഡിവിഡൻറ്റ് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്യൂയിങ് 25,000 200 10% 2,500 10% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 ഈച്ചിലാണ് കേട്ടോ ഇവിടെ. അപ്പോൾ EBIT എന്താണ്, സെയിം ആണ്. ഇൻട്രസ്റ്റ് എന്താ, ഇല്ല, ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ ഇവിടെ. അതുമാതിരി ടാക്സ് നമ്മൾ സെയിം ആണ് 50%. പ്രിഫറൻസ് ഡിവിഡൻറ്റിൻ്റെ കേസാണ്, അപ്പോൾ നമുക്കിവിടെ എക്സ്ട്രാ വരുന്നത്, അതായത് 10% ഓഫ് 25,000 ആണ്. 25,000 അല്ല, 2,500 ആണ് കേട്ടോ. അപ്പോൾ 2,500 ഇൻറ്റു 10% 100 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യുമ്പോൾ എത്ര, 2,50,000 ആണ് നമ്മുടെ പ്രിഫറൻസ് ഷെയറിൻ്റെ ടോട്ടൽ എമൗണ്ട് വരുന്നത്. അപ്പോൾ 10% ഓഫ് 2,50,000 ഈസ് ഈക്വൽ ടു എത്ര, 25,000 ആണ് നമ്മുടെ ഇവിടുത്തെ പ്രിഫറൻസ് ഡിവിഡൻറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി ഷെയർ എന്താണ്, ടോട്ടൽ ഇക്വിറ്റി ഷെയറും നമ്മുടെ സെയിം ആണ് കേട്ടോ. അപ്പോൾ 1 lakh തന്നെയാണ് വരുന്നത്. EPS കണ്ടുപിടിക്കാൻ എന്താ, EPS കണ്ടുപിടിക്കാൻ EBIT മൈനസ് ഇൻട്രസ്റ്റ് ഇല്ല, അതുമാതിരി 1 ഇൻറ്റു 1 മൈനസ് ടാക്സ് മൈനസ് പ്രിഫറൻസ് ഡിവിഡൻറ്റ് ഇവിടെ ആഡ് ചെയ്യണം, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ 3,20,000 മൈനസ് 0 ഇൻറ്റു 1 മൈനസ് 0.5 മൈനസ് എന്താണ് ഇവിടെ പ്രിഫറൻസ് ഡിവിഡൻറ്റ് നമുക്ക് മൈനസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 25,000 ഡിവൈഡഡ് ബൈ 1 lakh ഇസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് ആൻസർ വരുന്നത്, ₹1.35 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ 3 സിനാരിയോസിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മുടെ എന്താണ്, ഇക്വിറ്റി ഷെയർ ഇഷ്യൂസ് നടത്തുമ്പോൾ ഉള്ളത് നമുക്ക് EPS 1.28 ആണ് വരുന്നത്. ഡെപ്റ്റ് ബോറോ ചെയ്യുകയാണെങ്കിൽ അത് എത്രയാണ്, നമുക്ക് 1.475 ആണ്. അതുമാതിരി നമ്മുടെ പ്രിഫറൻസ് ഷെയർസുകളും ഇഷ്യൂ ചെയ്യുമ്പോൾ ഉള്ളത് EPS എന്ന് പറയുമ്പോൾ 1.35 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പാർട്ട് എ ആൻഡ് പാർട്ട് ബി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പാർട്ട് സി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ, കാരണം ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക, അതുമാതിരി ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻ്റായിട്ട് നിങ്ങൾ
കമൻറ്റ് ഇടണം കേട്ടോ. അതുമാതിരി മനസ്സിലായിച്ച എന്താണ് നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പാർട്ട് 3C വീഡിയോ നമുക്ക് വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം. പാർട്ട് സിയിൽ നമുക്ക് ഒരു തിയറി മാത്രമാണ് ഉള്ളത് കേട്ടോ. ഒരു തിയറി മാത്രമാണ് നമുക്ക് പാർട്ട് സിയിലായിട്ടുള്ളത്. അതുമാതിരി പാർട്ട് സിയിൽ 3 പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോസ് നിങ്ങൾ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യാം. 3rd സെമസ്റ്റർ ആണ്, പരീക്ഷ നമുക്ക് അടുത്തെത്താനായി. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണുക, അതുമാതിരി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.